മനുഷ്യനാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവി. ഇന്ന് ഞാൻ വായിച്ച ഭാഗം ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അടുക്ക പോകുന്നതാണ്. സീതാദേവിയെ കാണുകയും ശിംശവൃക്ഷത്തിൽ രാവണൻ്റെ ഇച്ഛാഭംഗമാണ്. രാവണൻ ചെന്ന് സർവവിഭൂഷണഗാത്രനായി ചെന്ന് സീതാദേവിയോട് അപേക്ഷിക്കുക ഭാര്യയായിട്ടിരിക്കാനുമൊക്കെ. സീതാദേവി അങ്ങനെ വന്നു കഴിഞ്ഞുണ്ടെ രാവണന് എന്തെല്ലാം പറഞ്ഞിട്ട് അവസാനം മണ്ഡോദരിയുടെ ഒന്നും ഒക്കുന്നില്ല. സീതാദേവി ഒരു പുൽക്കൊടി നുള്ളിയിട്ടിട്ട് പറയും, നിന്നെ ഈ ക്ഷണങ്ങളുടെ എൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ വന്ന് നിന്നെ കൊന്ന് ലങ്കയിൽ ചുട്ടു ചച്ചിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നറിഞ്ഞ് രാവണൻ കരവാളം എടുത്തിട്ട് വാളെടുത്തിട്ട് സീതാദേവിയെ കൊല്ലാനൊരുങ്ങുവാണ്, വെട്ടാനൊരുങ്ങുന്നറിഞ്ഞ് അവിടെ രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരിയാണ് ഇത് ഒരിക്കലും ചെയ്യല്ലേ, പതിവ്രതയായ സീതാദേവിയെ ചെയ്യല്ലേ, വളരെ ദുഃഖിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ചെയ്യല്ലെന്ന് പറയും. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആരാ? ഹനുമൽ സ്വാമി. ഇതെല്ലാം കേട്ട ശിംശഭാവൃക്ഷത്തിൻ്റെ ഇരിക്കുവാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രാവണൻ ഇച്ഛാഭംഗത്തോടെ തിരികെ പോകുവങ്ങ്. പോയി കഴിയുന്ന ഉടനെ പിന്നെ ത്രിജടയാണ് വിഭീഷണൻ്റെ ഭാര്യയായ ത്രിജടയാണ് പിന്നെ പറയുന്നത്, ഞാൻ സ്വപ്നം കണ്ടു ഇങ്ങനെ ഹനുമാൻ വരുന്നതും അവിടെ നടക്കുന്ന രംഗം മുഴുവൻ നശിപ്പിച്ച് രാവണനെയും കൊന്ന് സീതാദേവിയെ കൊണ്ടുപോകുമെന്ന് ഇതെല്ലാം സ്വപ്നം കണ്ടെന്ന് എല്ലാവരോടും പറയും. ശീലവതിയെ നിങ്ങൾ നമസ്കരിക്കുമെന്ന് സീതാദേവിയെ നമസ്കരിക്കാൻ ത്രിജട പറയും. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഹനുമൽ സ്വാമി ഇറങ്ങി വന്ന് നടന്ന സംഭവങ്ങൾ മുഴുവനും മാരീചനെ മാനായിട്ട് വന്നതും ശ്രീരാമചന്ദ്രൻ വനത്തിൽ ലക്ഷ്മണനും കൂടെ നടന്നലയുന്നതും പോകുന്നതും എല്ലാം പറഞ്ഞ് കേൾപ്പിക്കും ഹനുമാൻ. അത് കഴിഞ്ഞ് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നതും അവിടെ വെച്ചാണ് വിഭൂഷണ സഞ്ചയം മുഴുവനും. രാവണൻ സീതാദേവിയെ പുഷ്പകവിമാനത്തിൽ കൊണ്ടുപോകുമ്പം വിഭൂഷണങ്ങളും ആഭരണങ്ങളും മുഴുവനും ഊരി ഒരു തുണിക്കകത്ത് കെട്ടി ആ പർവ്വതത്തിൻ്റെ അവിടെ ഈ വാനരന്മാരെ കാണുന്നുണ്ട് അവിടെ നിക്ഷേപിക്കുക. ഇത് നിക്ഷേപിച്ച് അങ്ങനെ ഇവരെ ഇങ്ങനെ ഇവർക്ക് കിട്ടുവാണ്. സുഗ്രീവനുമില്ല, ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അത് ശ്രീരാമസന്നിധിയിൽ കൊണ്ടു കൊടുക്കുന്നതിന് ശ്രീരാമന് ദുഃഖം സീതാദേവിയുടെയാണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഹനുമാൻ പോകുമ്പോഴും ആ ചൂടാരത്നം എടുത്ത് ഹനുമൽ സ്വാമിയെ വിളിച്ചാണ് ശ്രീരാമചന്ദ്രൻ കൊടുക്കുന്നത്. എൻ്റെ അടയാളമായിട്ട് ഇത് സീതാദേവിക്ക് കൊടുക്കാൻ പറയുക. അങ്ങനെ പറഞ്ഞ് ലങ്കയിൽ ചെല്ലുന്നുണ്ടെ ചൂടാരത്നം കയ്യിൽ കൊടുക്കും. അത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവി ദുഃഖിച്ച് കരയുക. ഇതെല്ലാം കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവ് വരുന്നതും എടുക്കുന്ന അവിടെ വരെയായി വായിച്ചു. അതല്ല, കഥ ഇങ്ങനെ കിടക്കുമല്ലോ. പിന്നെ കൊള്ളാം. പിന്നെ ശ്രീരാമൻ യുദ്ധം ചെയ്ത് എല്ലാം രാവണനെ കൊല്ലത്തിൽ എത്ര ദിവസത്തെ യുദ്ധമാണ്, ഭയങ്കരമായ യുദ്ധമല്ലേ നടക്കുന്നത്. യുദ്ധം ചെയ്ത് രാവണനെ കൊന്ന് പിന്നെ ദേവിയെ വീണ്ടും കൊണ്ടുവന്നിട്ട് സീതാദേവിയെ വീണ്ടും കൊണ്ടുവന്ന് പിന്നെ വിഭീഷണൻ സീതാദേവിയെ അയോധ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ വിഭീഷണനെ രാജാവാക്കി വാഴിക്കും ശ്രീരാമചന്ദ്രനെ. വാഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരികെ വന്നിട്ട് അവർ അയോധ്യയിലേക്ക് പോകും. പിന്നെ അങ്ങനെ സീതാദേവിയെ പിന്നെ അഗ്നിസാക്ഷിയായിട്ടാണ് ഭഗവാൻ വീണ്ടും കൈക്കൊള്ളുന്നത്. അങ്ങനെ പട്ടാഭിഷേകം നടക്കുന്ന